എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. യൂറോ കപ്പ് 2027 പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. ലീഗ് സ്റ്റേജ് പോരാട്ടങ്ങൾ ഇന്ന് രാത്രിയോടെ അവസാനിക്കുകയാണ്. സോ അതിനാൽ തന്നെ ഇതിനോടൊക്കെ തന്നെ 8 ടീമുകളാണ് പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. എ ബി സി ഡി ഗ്രൂപ്പുകളിൽ നിന്നായി 8 ടീമുകൾ ഇതിനോടൊക്കെ തന്നെ പ്രീ ക്വാർട്ടർ യോഗ്യത നേടിയിട്ടുണ്ട്. ബാക്കിയുള്ള ടീമുകളെ നമുക്ക് ഇന്ന് രാത്രി തന്നെ അറിയാൻ പറ്റും. അവശേഷിക്കുന്നത് 3 മത്സരങ്ങൾ മാത്രമാണ്. ലീഗ് സ്റ്റേജിലെ അവസാന 3 മത്സരങ്ങൾ മാത്രമാണ്. ഇന്ന് രാത്രി 9:30 സ്ലൊവാക്യ റൊമാനിയയെ നേരിടും. 9:30 തന്നെ മറ്റൊരു മത്സരമുണ്ട്, യുക്രൈൻ വേഴ്സസ് ബെൽജിയം. അതിനുശേഷം നാളെ പുലർച്ചെ 12:30 നടക്കുന്ന അവസാന യൂറോ കപ്പ് ലീഗ് സ്റ്റേജ് മാച്ചിൽ ജോർജിയ പോർച്ചുഗലിനെ നേരിടുന്നതായിരിക്കും. സോ ഇതാണ് അവസാന യൂറോ കപ്പിലെ അവസാന ലീഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി 8 ടീമുകൾ പ്രീ ക്വാർട്ടർ യോഗ്യത നേടിയിട്ടുണ്ട്. ഗ്രൂപ്പ് എയിൽ നിന്നും ജർമ്മനി 1ാം സ്ഥാനക്കാരായിട്ടും സ്വിറ്റ്സർലൻഡ് 2ാം സ്ഥാനക്കാരായിട്ടും, ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്പെയിൻ 1ാം സ്ഥാനക്കാരായിട്ടും ഇറ്റലി 2ാം സ്ഥാനക്കാരായിട്ടും, ഗ്രൂപ്പ് സിയിൽ നിന്ന് ഇംഗ്ലണ്ടും ഡെൻമാർക്കും, ഗ്രൂപ്പ് ഡിയിൽ നിന്ന് ഓസ്ട്രിയയും ഫ്രാൻസും ഇതിനോടകം തന്നെ പ്രീ ക്വാർട്ടർ യോഗ്യത നേടിയിട്ടുണ്ട്. അവശേഷിക്കുന്നത് ഇനി 8 ടീമുകൾ കൂടി പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്കറിയാം ഗ്രൂപ്പ് എഫ് വരെയാണുള്ളത്. 8 ഗ്രൂപ്പുകളിലെയും 6 ഗ്രൂപ്പുകളിലെയും ആദ്യ 2 സ്ഥാനക്കാർ ഡയറക്റ്റ് പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിലേക്ക് എത്തും. അതിനുശേഷം മികച്ച 4 മൂന്നാം സ്ഥാനക്കാരും കൂടി പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിലേക്ക് എത്തി. അങ്ങനെ 16 ടീമുകളായിരിക്കും പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. അതിൽ 8 ടീമുകൾ ഇതിനോടകം തന്നെ കയറിയിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്നത് 8 ടീമുകളാണ്. സോ ഇന്ന് നമുക്കറിയാം ഗ്രൂപ്പ് ഇയിലെയും ഗ്രൂപ്പ് എഫിലെയും കൂടി പോരാട്ടങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. സോ ഗ്രൂപ്പ് ഇയിൽ നിന്നും ഗ്രൂപ്പ് എഫിൽ നിന്നും ഇതിൽ ടീമുകളുടെ പ്രോബബിൾ ചാൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് റൊമാനിയ വേഴ്സസ് സ്ലൊവാക്യ, അതോടൊപ്പം തന്നെ യുക്രൈൻ വേഴ്സസ് ബെൽജിയം പോരാട്ടമുണ്ട് ഗ്രൂപ്പ് ഇയിൽ. റൊമാനിയയെ സംബന്ധിച്ച് അവസാന മത്സരം ഇന്ന് സ്ലൊവാക്യ അവർ നേരിടാൻ പോവുകയാണ്. ആ മത്സരം വിജയിച്ചാൽ അവർക്ക് പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാം. മറ്റൊരു മത്സരത്തിൽ ബെൽജിയവും യുക്രൈനും തന്നെയാണ്. ഇരു ടീമുകൾ ഗ്രൂപ്പ് ഇയിലെ എല്ലാ ടീമുകൾക്കും 2 മത്സരങ്ങളിൽ നിന്ന് കറക്റ്റ് 3 വീതം പോയിൻ്റുണ്ട്. അതിനാൽ തന്നെ അവസാന 2 മത്സരങ്ങളിലെ വിജയികളായിരിക്കും ഡയറക്റ്റ് പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിലേക്ക് എത്താൻ പോകുക. സോ അതിനാൽ തന്നെ റൊമാനിയ വേഴ്സസ് സ്ലൊവാക്യ, ബെൽജിയം വേഴ്സസ് യുക്രൈൻ 3-6 പോരാട്ടമായിരിക്കും ഗ്രൂപ്പ് ഇയിലെ അവസാന ലാപ്പിൽ എത്താൻ ഇന്ന് നടക്കാൻ പോകുന്നത്. അതിനുശേഷം ഗ്രൂപ്പ് എഫ് ആണ്. ഗ്രൂപ്പ് എഫിൽ ഓൾറെഡി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽപ്പുണ്ട്. 1 പോയിൻ്റ്, അതായത് ഇന്നത്തെ മത്സരത്തിൽ അവർ അവസാന ലീഗ് മത്സരത്തിൽ ജോർജിയയെ നേരിടാൻ പോവുകയാണ്. മത്സരത്തിൽ സമനില കൈവരിച്ചാൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും സംഘത്തിന് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നുകൂടാം. അതേസമയം ജോർജിയയെ സംബന്ധിച്ച് നേരത്തെ തന്നെ പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായിട്ടുണ്ട്. ഒപ്പം തുർക്കി ചെക്ക് റിപ്പബ്ലിക്കിനെ കൂടി നേരിടുന്നുണ്ട്. നേരത്തെ പറയാൻ മറന്നുപോയതാണ്, ക്ഷമിക്കണം. തുർക്കി ചെക്ക് റിപ്പബ്ലിക്കിനെ കൂടി നേരിടുന്നുണ്ട്. സോ തുർക്കിയെ സംബന്ധിച്ച് അവസാന മത്സരത്തിൽ സമനിലയാണെങ്കിൽ പോലും അവർക്കും പ്രീ ക്വാർട്ടറിലേക്ക് എത്താം. അതേസമയം ചെക്ക് റിപ്പബ്ലിക്കിനെ സംബന്ധിച്ച് അവസാന മത്സരത്തിൽ തുർക്കിയെ അട്ടിമറിച്ചാൽ അവർക്ക് ഗ്രൂപ്പ് എഫിലെ 2ാം സ്ഥാനക്കാരായിട്ട് യൂറോ കപ്പ് 2027 പ്രീ ക്വാർട്ടറിലേക്ക് കടക്കാനാകും. സോ ഇതാണ് നിലവിലത്തെ പ്രോബബിൾ സാധ്യതകൾ. പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എയിൽ നിന്നും റൊമാനിയയും ബെൽജിയം തന്നെയായിരിക്കും കയറാൻ പോകുന്നത്. ഗ്രൂപ്പ് എഫിൽ നിന്നും പോർച്ചുഗലും തുർക്കിയുമായിരിക്കും കയറാൻ പോകുന്നത്. പക്ഷേ അവസാന 4 മത്സരങ്ങൾ കാത്തിരുന്ന് തന്നെ കാണാം ആരൊക്കെയായിരിക്കും അവസാന 8 ടീമുകൾ. അതോടൊപ്പം തന്നെ നമുക്കറിയാം മികച്ച 4 മൂന്നാം സ്ഥാനക്കാർ കൂടി പ്രീ ക്വാർട്ടറിലേക്ക് എത്തുന്നതായിരിക്കും. സോ അതിനാൽ തന്നെ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീമുകളെ സംബന്ധിച്ചും അവസാന മത്സരങ്ങളിൽ റിസൾട്ട് വളരെയധികം നിർണായകം തന്നെയായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.